ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത്ര വളർന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരെണ്ണത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. നമുക്ക് 7 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണത്തിന് നഷ്ടമായി. അത് എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് തന്നെയാണ്. ഞാൻ അഴിച്ചു വിട്ടു, കുറേ ദിവസം കുഴപ്പമില്ലാതൊക്കെ പോയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം നമ്മുടെ ഞങ്ങളുടെ ഇവിടെ ചെങ്ങാലേറിയ എന്ന് പറയുക, കേരളാടി എന്നൊക്കെ പറയും, അത് ഒരെണ്ണം കൊണ്ടുപോയി. ബാക്കി കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. ഇത് ഞാൻ മഴ കഴിഞ്ഞൊന്ന് ഇറങ്ങിയപ്പോൾ പ്രാവുകളൊക്കെ ഇങ്ങനെ പറമ്പിക്കട നടന്ന് എന്തൊക്കെയോ തിന്നുകൊണ്ട് കിടക്കുക. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തതാണ്. എല്ലാവരും എന്തൊക്കെയോ ചുമ്മാ കുത്തിപ്പെറുക്കി നടക്കുന്നുണ്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ കൂടെയും. കോഴികളുടെ ഒപ്പം തന്നെ ഉണ്ട്, ഇവരും കൂട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. എന്താ കഴിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ പുല്ലും കല്ലും പിന്നെ തെങ്ങിൽ നിന്ന് വീഴുന്ന എന്തോ പൊടിയും അടയ്ക്കാമരത്തിൻ്റെ അതൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ നമ്മളെ കണ്ടാൽ പറന്നു പോവും, ആരും അത്ര കണക്കല്ല. പിന്നെ കുറച്ചൊരു തോർച്ചയുണ്ട്, മഴയുണ്ട്, രണ്ടും കൂടെ ഇങ്ങനെ മിക്സായിട്ട് നിൽക്കുന്നൊരു സമയത്ത് അത് നമ്മുടെ ഫ്ലൈയിങ് ഡക്സൊക്കെ ഒരു മൂലയ്ക്ക് ചെളി പിടിച്ചിരിക്കുകയാണ്. മഴ കാരണം അവർക്ക് ഈ ഫ്ലൈയിങ് ഡക്സിന് മറ്റേ നമ്മുടെ ഈ സാധാരണ താറാവുകളെ പോലെ അധികം ഇങ്ങനെ പുറത്തേക്കടെ എപ്പോഴും മഴയത്ത് നടക്കണ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇവരങ്ങനെയല്ല. പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ പൊരുന്തി ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ഒറ്റക്കണ്ണിയാണ്, അവൾ അടയിരിക്കുകയാണ്. ആളുടെ കണ്ണ് വളരെ ചെറുപ്പത്തിൽ നിന്നല്ല, 1-2 മാസം പ്രായത്തിൽ നഷ്ടപ്പെട്ടാണ്. ഇതുപോലെ തന്നെ ഒരു എർലാടി ചെങ്ങാലേറിയൻ അറ്റാക്കിൽ പോയ കണ്ണാണ്. ഷാൾ പിടിക്കുക കേട്ടത്, പുള്ളിപ്പട പൊരുന്തിയിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ചുമന്ന വെട, ആൾക്ക് ഒരു കുഞ്ഞുണ്ട്. ഇത് നമ്മൾ അടയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ആർക്കും. എല്ലാവരും ഒരു മുട്ട അലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന. പിന്നെ പുറത്തോടെ ഇറങ്ങി വലിയ ശല്യമാണല്ലോ, ഇനി പൊരുന്തൽ മാറ്റാനൊന്നും നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ട്, ഇരുത്തിയിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. 1 മുട്ട 2 മുട്ടയിലൊക്കെ. പിന്നെ അവരങ്ങ് ഇരുന്നോട്ടെ എന്ന് വെച്ചു. നമ്മുടെ തൊപ്പിക്കോഴിയാണ്. പലയിടത്തും പല കോണുകളിലായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് അവരവിടെ ഇരുന്നോളും, നമുക്കും ശല്യമില്ല, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നോളുമല്ലോ. അപ്പം അതുകൊണ്ട് അതങ്ങ് അനുവദിച്ചേക്കാണ്. എല്ലാവർക്കും 1 കുഞ്ഞും 2 കുഞ്ഞും ഒക്കെ ആയിട്ട് വിരിഞ്ഞിറങ്ങിയവരുണ്ട്, അല്ലാത്തവരുണ്ട്. പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് ഇതുപോലൊരു വെയിൽ വന്നാൽ പിന്നെ എല്ലാവരും ഭയങ്കര യോജിപ്പാട്ട്. ആകെ ഒരു യോജിപ്പ് കാണുന്ന ഈ ഒരു സമയത്ത് മാത്രം. അല്ലാത്തപ്പോൾ അടിപിടിയാണെങ്കിലും വെയിലൊന്ന് വന്നാൽ പിന്നെ എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് നിന്ന് വെയിൽ കായുകയും തൂവലുകളൊക്കെ മിനുക്കുകയൊക്കെ ചെയ്യാനാണ് നല്ല രസമാണ്. അപ്പം എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കും. കോഴിയും ഗിനിയും കഴുകവും താറാവും എല്ലാവർക്കും അന്നേരം യോജിപ്പാണ്.